ആ ഭാഗത്തുനിന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മൾ തുടർമാനമായിട്ട് കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിന് ചില മണിക്കൂറുകൾ മുമ്പ് കർത്താവ് സംസാരിക്കുന്ന ദൈവവചന ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം കൊടുക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, നിങ്ങളെ സിനഗോഗുകളിലൊക്കെ പിടിച്ചുകൊണ്ട് പോകും, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് യാഗം കഴിക്കുന്നു, ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന കാലം വരും. എന്നാലും നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കാരണം അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യമായിട്ട് തീരാതെ ഇരിക്കാനായിട്ട് എന്ന് മാത്രമല്ല, ഇത്തരം എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിനും, അത് അൺഎക്സ്പെക്റ്റഡായിട്ടോ അല്ലെങ്കിൽ അസ്ഥാനത്തോ ഉള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഇതൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ സിലബസിൽ ഉണ്ട് എന്ന് കർത്താവ് വ്യക്തമാക്കി നമുക്ക് തരുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വന്ന് ഈ ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുക. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും എന്നുള്ള കാര്യവും നമുക്ക് ചിന്തിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അപ്പോൾ അതിൻ്റെ വെരി ലാസ്റ്റ് വേർഡ്സ് എന്ന് പറയുന്ന പോലുള്ള വാക്കുകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന് ശേഷം കർത്താവിൻ്റെ പ്രാർത്ഥനയും തുടർന്ന് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളും ക്രൂശീകരണവും ഒക്കെയാണ് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം അവരോട് വളരെ വ്യക്തമാക്കി പറയുന്നത്, നമുക്കറിയാം കർത്താവ് അവരോട് പറഞ്ഞ് ഇത് പലതും ഉപമകളായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ ചില കാര്യങ്ങൾ നേരത്തെ പറയാനായിട്ടിടയായി. ദൈവരാജ്യത്തിൻ്റെ പല കാര്യങ്ങളും ഉപമകളായിട്ട് പറഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിൻ്റെ കാരണം എന്താണെന്നും കർത്താവ് അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ ഇവിടെ നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് പല കാര്യങ്ങളും അവരോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നതും മറപൊരുളായിട്ടല്ല, അല്ലെങ്കിൽ ഉദാഹരണങ്ങളിലൂടെയല്ല, വളരെ വ്യക്തമാക്കി നേർക്ക് നേരെ അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം സംസാരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുകയും അവരത് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമുക്ക് ഇന്ന് വായിച്ച ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം, അല്പസമയത്തേക്ക് കുറഞ്ഞൊന്ന് എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവരോട് പറയുമ്പോൾ, എന്നാൽ ഈ അവസാനത്തെ സമയം ആകുന്ന വളരെ വളരെ ഹൃദയം വിഷമിച്ചും പ്രയാസപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു സമയമാകുന്നത് കൊണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ചോദിച്ചില്ല എന്ന് നമ്മളവിടെ വായിക്കുകയാണ്. എന്നാൽ കർത്താവ് അവരുടെ ഹൃദയത്തിലെ വിചാരം അറിഞ്ഞിട്ട് നിങ്ങളെന്താ ഈ സംസാരിക്കുന്നത് എന്ന് അവരോട് നമുക്ക് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പിതാവിൻ്റെ അടുക്കൽ പോകും എന്ന് നമ്മോട് പറയുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ ആരും തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നുവെന്ന് തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഏത് വിചാരങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് കർത്താവെന്നും, നമ്മുടെ ഹൃദയത്തിലെ ഈവൻ ചോദ്യങ്ങൾ പോലും എനിക്കെൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാനായിട്ട് കഴിയും. പല അവസരങ്ങളിലും പല കാര്യങ്ങളും മനസ്സിലാകാത്തപ്പം പലപ്പോഴും ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന കർത്താവിനോട് തന്നെയാണ് ചോദിക്കുന്നത്, കർത്താവേ എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ. ഇന്ന് പലപ്പോഴും നമ്മൾ ഇൻ്റർനെറ്റും പല കാര്യങ്ങളുമൊക്കെ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ റഫറൻസ് ഗ്രന്ഥങ്ങളും അതുപോലെയുള്ള ഇതൊക്കെ നമ്മൾ അന്വേഷിക്കാനായിട്ട് പോകും. എന്നാൽ തന്നെ എപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും ഞാനത് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ കാര്യങ്ങളൊന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നീ സഹായിക്കണമേ, നീ കാര്യങ്ങൾ പറഞ്ഞു തരണമേ, നീ പുതിയ അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ഒരു അടുത്ത അറിയുന്ന ഒരു ദൈവദാസൻ വളരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവവചനം വായിക്കാനായിട്ട് ഇടുക്കിയുടെ മലകളിൽ എവിടെ ആരും കാണാത്ത ഒരു സ്ഥലത്ത് കയറിപ്പോയിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്വങ്ങൾ രണ്ടായി പോയ കാലം നമുക്കറിയാം. യഹൂദയും ഇസ്രായേലുമായിട്ട് ഈ ശലോമോൻ്റെ മകൻ്റെ കാലത്ത് അത് വേർപിരിയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ ഭാഗം വായിച്ചപ്പോൾ മാത്രം അദ്ദേഹം നോട്ട് ചെയ്തില്ല. നോട്ട് ചെയ്യാതെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണുകയാണ്, അയ്യോ ഇത് യഹൂദയും ഇസ്രായേലും എന്ന് എഴുതിയേക്കുന്നില്ല, ഇതെന്താ കാരണം? ഉപവാസവും പ്രാർത്ഥനയുമാണ്.
അങ്ങനെ അദ്ദേഹം വളരെ കർത്താവ് എനിക്കിത് മനസ്സിലാവുന്നില്ല, നേരത്തെ ഒരു രാജ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 2 രാജ്യമായത് എങ്ങനെ എന്ന് അദ്ദേഹം ഇങ്ങനെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ നടക്കാനോ അങ്ങനെ കൂടെ അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു പേപ്പർ കഷ്ണം ഇങ്ങനെ പറന്നു കിടക്കുന്നത് കണ്ടു. അതെടുത്ത് വായിച്ച് നോക്കിയപ്പം ഈ രാജ്യത്തിന് 2ആയ കാര്യം തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുക. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് പലപ്പോഴും നമ്മുടെ സംശയങ്ങളെ തീർത്തു തരുന്നത് എന്ന് നമുക്ക് കാണാൻ. ഇന്ന് നമുക്ക് നമ്മുടെ ക്ലബ് ഹൗസിലും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു ട്രെൻഡ്, ഇൻ്റർനെറ്റിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണാൻ കഴിയുന്ന ട്രെൻഡ്, ചില ആൾക്കാർ ദൈവവചനം വ്യാഖ്യാനിച്ച് ദൈവത്തെ സഹായിക്കാൻ പോവുകയും അങ്ങനെ ദൈവത്തെ സഹായിക്കാൻ പോകുന്ന പോക്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത്. കാരണം അയ്യോ അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഞാനിങ്ങനെ നമ്മുടെ ഒരു ചെറിയ ഡിസ്കഷൻ ഗ്രൂപ്പിൽ പറയുകയായിരുന്നു, അയ്യോ ഈ ലോകം മുഴുവനും ശിക്ഷാവിധിക്ക് കീഴ്പ്പെടുമോ? അപ്പോൾ യേശുക്രിസ്തുവിന് മുമ്പുള്ള ആൾക്കാരുടെ കാര്യം എന്താ? അല്ലെങ്കിൽ ഒരു സുവിശേഷം പോലും കേൾക്കാതെ വനത്തിൻ്റെ നടുക്ക്, മിക്കവർക്കും ആഫ്രിക്കയുടെ കാടുകളുടെ നടുക്കാണ് അവരുടെ എല്ലാ വേണ്ടപ്പെട്ടവരൊക്കെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അവർക്കെന്ത് സംഭവിക്കും? അപ്പോൾ അതിന് തക്കവണ്ണം അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞു നിൽക്കാനും ഇത് അങ്ങനെ എല്ലാവരെയും എക്സ്ക്ലൂഡ് ചെയ്ത് കളയുന്ന ഒരു ഗോസ്പലൊന്നും അല്ല, മറിച്ച് ഇത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഗോസ്പലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ തന്നെ ചില തിയറികളുമായിട്ട് ഇറങ്ങുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതാണ് നമുക്ക് ഈ യൂണിവേഴ്സലിസമായിട്ടും അതുപോലെ മറ്റ് നമ്മുടെ ഇൻ്റർനെറ്റിലൊക്കെ അല്ല നമ്മുടെ ക്ലബ് ഹൗസിലൊക്കെ കാണുന്ന പല ട്രെൻഡുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പുറകിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സകല ലോകവും അങ്ങനെ ശിക്ഷാവിധിയിലായി തീരുമോ? അങ്ങനെ ദൈവത്തെ അനുസരിക്കാത്തവരെയും ദൈവവഴികളിൽ നടക്കാത്തവരെയും എല്ലാം അങ്ങ് ശിക്ഷിച്ചു കളയുമോ? ഒരിക്കലുമില്ല. അതിന് തക്കവണ്ണം അവർ ചില വാക്യങ്ങൾക്ക് പ്രത്യേക ചില നിറങ്ങൾ കൊടുക്കുകയും ചില പ്രത്യേക പശ്ചാത്തലത്തിൽ അതൊക്കെ വ്യാഖ്യാനിക്കാനും അവർ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും ഒക്കെ ഒരുക്കി അവരുടെ ആശയങ്ങൾ എൻഹാൻസ് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പാവങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിന് ബ്ലെയിം വരരുതല്ലോ. ദൈവം എല്ലാവരെയും ശിക്ഷിക്കുന്നവനും ദൈവം സ്നേഹമില്ലാത്തവനുമാണെന്ന് ആരും മനസ്സിലാക്കരുതല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിലായി ചെയ്ത് അവർ ഓഫ് ദ ട്രാക്കായിട്ട് പോവുകയാണ്. അവർ വഴി തെറ്റിപ്പോകുന്ന ഒരു അനുഭവത്തിൽ, സുവിശേഷമെന്ന് പറഞ്ഞ് സുവിശേഷം അല്ലാതെ ആകുന്ന ഒരു അനുഭവത്തിൽ അവർ എത്തിച്ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ അത് ദൈവത്തോട് ചോദിക്കാനും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരാനും, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ കഷ്ണം പറന്നു കിടക്കുന്നതെന്ന് പറഞ്ഞതുപോലെ അതിന് യോഗ്യമായിട്ടുള്ള വ്യക്തികളുടെ അടുത്തേക്കും യോഗ്യമായിട്ടുള്ള ചില പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ നമുക്കിത് മനസ്സിലാക്കാനായിട്ടൊരു നടത്തിപ്പും കൂടെ ഉണ്ട്. നമുക്കറിയാമല്ലോ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ദൈവവചനത്തെ സംബന്ധിച്ചുണ്ട്. ദൈവവചനം ഇത് ദൈവവചനമല്ലെന്നും ഇങ്ങനൊരു ദൈവം ഇല്ലെന്നും വരെ സ്ഥാപിക്കുന്ന തിയോളജിയന്മാരുണ്ട്. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെറൈറ്റി ഓഫ് അഭിപ്രായങ്ങൾ ഈ ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ആൾക്കാർ പറയുന്നത് കൊണ്ട് അവർ പലരും പറഞ്ഞിരിക്കുന്ന കൊട്ടേഷൻസും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ കണക്കിലെടുത്ത് പഠിച്ചു വരുമ്പോൾ അവസാനം ഗതികെട്ട് ദൈവം ഇല്ലെന്ന് വരെ സ്ഥാപിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ പശ്ചാത്തലങ്ങളോ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ആർക്കും അറിയാത്ത നിലയിൽ ദുരൂഹമായിട്ട് കിടക്കുന്ന ചില പുസ്തകങ്ങളൊക്കെ പേര് പറഞ്ഞ് റെഫർ ചെയ്ത് വരുന്നതൊന്നും അത് ദൈവത്തിൻ്റെ മക്കൾക്ക് ആ നിലയിൽ അത് ബാധകമല്ല. അവരത് ആലോചിച്ച് തല പുകയ്ക്കണ്ട. അയ്യോ ഇന്നാര് പറഞ്ഞല്ലോ, അവിടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് നമ്മളിനി എങ്ങനെ വിശ്വസിക്കും? ആ പുസ്തകം അനുസരിച്ച് നമ്മുടെ വിശ്വാസം മുഴുവൻ നള്ളിഫൈ ചെയ്ത് പോയല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം മുഴുവൻ ഒരു ബോഗസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് സ്ഥാപിക്കപ്പെട്ടല്ലോ എന്ന് ഭാരപ്പെടേണ്ട. ഇതിനപ്പുറത്തേക്കുള്ള തിയോളജിയും ഇതിനപ്പുറമുള്ള കാര്യങ്ങളും ദൈവത്തെ തന്നെ ഡിനൈ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളും ഇതേ പശ്ചാത്തലവും കാര്യങ്ങളും വെച്ചും തന്നെ പറയാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ വിശ്വാസത്തിൽ നിലനിൽക്കുകയും എന്നാൽ ഇപ്പോൾ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കടന്നു വരാനും നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിക്ക് എന്ന് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം അതിൻ്റെ തലേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ തലതൊട്ടപ്പനായിരിക്കുന്ന വേറൊരു വ്യക്തി എന്നെ വിളിക്കുകയും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ എന്നോട് പറയാനും ഇടയായിട്ട് തീർന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഇത്രയല്ല, അദ്ദേഹം പറയുന്ന നിലയിലൊന്നുമല്ല, ദൈവം തന്നെ ഇല്ലെന്ന് പറയുന്ന തിയോളജിയന്മാരുണ്ട്. ദൈവമില്ല അല്ലെങ്കിൽ ഇത് ദൈവവചനമല്ല എന്നൊക്കെ പറഞ്ഞ് കേവലം മാനുഷികമായ ആർഗ്യുമെൻ്റ് വെച്ച് അത് സ്ഥാപിക്കാനും ഇല്ലാത്ത ചരിത്രം ഉണ്ടെന്നുണ്ടാക്കി അങ്ങനെ ഇല്ലാത്ത ചരിത്രം ഉണ്ടാക്കി പറയുന്നവരുമുണ്ട്. കാരണം
നമുക്കറിയാമല്ലോ, ഈ ലോകം അതിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിയായിക കൊണ്ട് എന്ന് പറഞ്ഞേക്കുന്നത് പോലെ ലോകത്തിലെ ജ്ഞാനം അനുസരിച്ച് പോയാൽ അവസാനം ദൈവത്തെ അറിയാത്ത, അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയുന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നും, നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും ബാധകവുമല്ല, അത്തരം ചരിത്രങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യവുമില്ല. അത് കേവലം ഒരു ഹ്യൂമൻ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു അനാലിസിസിലാണ് നമ്മൾ കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നതെങ്കിൽ, മനുഷ്യൻ്റെ അഭിപ്രായം അനുസരിച്ചുള്ള കാര്യങ്ങളിലാണ് അയ്യോ ഇന്നാരും കൂടെ പറയട്ടെ എന്നാൽ ഞാനത് വിശ്വസിക്കാം എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, നിശ്ചയമായിട്ടും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആട്ടുകുഞ്ഞിനെ മേടിക്കാൻ പോയ വ്യക്തിയുടെ അനുഭവം പോലെ ആയിത്തീരും. കുറേ പേര് അങ്ങനെയും പറയും, കുറേ പേര് ഇങ്ങനെയും പറയും. അവസാനം ഇത് പിശാചാന്നും പറഞ്ഞ തോട്ടിൽ വലിച്ചെറിഞ്ഞു പോയ ഒരു കഥ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഇതിനു മുന്നേ ഞാനിവിടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതം ആയിത്തീരാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ആധികാരികമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള പല ആരും കാണാത്ത ചില പുസ്തകങ്ങളെന്നോ അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ലാത്ത നിലയിലുള്ള ചരിത്രങ്ങളെന്നോ ഒക്കെ പറഞ്ഞ് വ്യാജേന അവതരിപ്പിക്കുന്ന ഒരു കാര്യത്തിനും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് അതിൽ ബാധ്യസ്ഥതയില്ല, അതിലൊരു കാര്യവുമില്ല. അവരത് പരിഗണിക്കേണ്ട ആവശ്യവുമില്ല, അവർക്കത് വേണ്ടപ്പെട്ട കാര്യവുമല്ല. കാരണം നമ്മുടെ ഹൃദയത്തിലുള്ള ഓരോരോ കാര്യങ്ങളെ അറിയുകയും ജീവനുള്ള ദൈവമെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയ വികാരങ്ങളോട് പോലും സംവേദിക്കാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം മനുഷ്യനെ നിരാശപ്പെടുത്തുവാനും അവൻ്റെ വിശ്വാസത്തിൽ അവനെ തളർത്തിക്കളയാനും അവൻ വിശ്വസിക്കുന്നതൊന്നും ശരിയല്ല, അവനിനി ഒരു ഗതിയുമില്ല എന്നുള്ള നിലയിൽ സ്ഥാപിക്കാൻ വരുന്ന ഈ കാര്യങ്ങൾക്കൊന്നും ആ നിലയിലുള്ള പരിഗണന കൊടുക്കേണ്ട ഒരാവശ്യവും ഒരു ദൈവത്തിൻ്റെ പൈതലിനും ഇല്ല. എന്നാൽ സാധാരണഗതിയിലുള്ള പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവവചനം അതിൻ്റെ ശരിയായ നിലയിൽ അത് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനേക്കാളും അത് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരം വിവാദങ്ങളെ പോയി പിടിക്കുകയും ഇത്തരം വിവാദങ്ങൾ കേട്ടോണ്ടിരിക്കാനും ഇത്തരം വ്യാഖ്യാനങ്ങൾ കേട്ടോണ്ടിരിക്കാനുമാണ് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ട്രെൻഡ്. അതുകൊണ്ട് ആ ദൈവവചനം പ്രസംഗിക്കുകയോ ദൈവവചനം പഠിപ്പിക്കുകയോ വിമർശനമോ അല്ലെങ്കിൽ വയ്യാവേലിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വഴക്കോ വയ്യാവേലിയോ ഇല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ആൾക്കാരിന്ന് കൂടത്തില്ല. കാരണം അവിടെ പോയിട്ട് എന്നാ കിട്ടാനാ, അവിടെ പോയിട്ട് എന്നാ പറയാനാ, അവരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ വഴക്കും തർക്കങ്ങളും വാക്ക് തർക്കങ്ങളും ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ഒരു അഭിരുചി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഈ നമുക്കറിയാമല്ലോ, ഒരു തർക്കമോ വാദമോ നമ്മൾ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഹൃദയം വളരെ ഡ്രൈ ആയിട്ട് പോകുന്ന ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു ആത്മീയമായി ജീവിക്കാനും വളരാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ആത്മീയമായി സഹായിക്കുകയോ വളർത്തുകയോ ചെയ്യുന്ന ഒരു ആത്മീയ വൈറ്റമിനും ഇതിൻ്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അവിടെ പിന്നെ എന്നാ ഒരു ദൈവപൈതലിൻ്റെ കാര്യം? ആലയങ്ങൾ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്ന പോലെ ഈ ആത്മീയമായിട്ട് വളരാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഇത്തരം കാര്യങ്ങളിൽ എന്താ കോമൺ ആയിട്ടുള്ളത്? കുറേ വിവാദങ്ങൾ കേൾക്കുമ്പം നമ്മുടെ ഹൃദയവും തളരും, നമ്മുടെ വിശ്വാസവും തളരുമെന്നുള്ളതല്ലാതെ അതിൽ നിന്ന് വേറെ ഒന്നും അധികം നേടാനായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. അവരുടെ ഹൃദയത്തിലെ നിലവാരം അറിഞ്ഞ് അവർക്ക് സംശയ നിവാരണം നടത്തി കൊടുക്കുന്ന യേശുവിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നിങ്ങളങ്ങനെ തർക്കിക്കേണ്ട കുഞ്ഞുങ്ങളെ, നിങ്ങളങ്ങനെ പരസ്പരം ചോദിക്കേണ്ട. നിങ്ങൾ എന്താ ചോദിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം. അതിനുള്ള എക്സ്പ്ലനേഷനാണ് കർത്താവ് തുടർന്ന് പറയുന്നത്. എനിക്ക് വളരെ ആ അനാലജി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നുമില്ല. നമുക്കൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ പരിചയമുള്ള ഭാഗങ്ങളാണ്. ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരോ കടന്നു പോയിട്ടൊക്കെ ഉണ്ട്. അതിന് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അത് അനുഭവിച്ച വ്യക്തികൾ ഒരുപക്ഷെ ഇവിടെ കാണാം. അതുകൊണ്ട് ഒരു സ്ത്രീ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വേദനയാണ് ഈ പ്രസവ വേദനയെന്നും സഹിക്കാൻ വയ്യാത്ത വേദനയാണെന്നും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ആ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ സന്തോഷിക്കുന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുക. നമ്മളെക്കുറിച്ച് കർത്താവ് അല്ലെങ്കിൽ ശിഷ്യന്മാരെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു ദുഃഖത്തിൻ്റേതായിട്ടുള്ള വലിയ വേദനയുടേതായിട്ടുള്ള ഹൃദയ തകർച്ചയുടേതായിട്ടുള്ള ആരും അവർക്കില്ലാന്ന് അവർക്ക് തോന്നത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം. ഇത്രയും നാൾ 3.5 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് സമൂഹത്തിലെയൊക്കെ പലപ്പോഴും ശ്രദ്ധാകേന്ദ്രമായി തീർന്ന്
വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് പലയിടത്തും അക്സെപ്റ്റൻസും കാര്യങ്ങളും ഒക്കെ കിട്ടി കർത്താവിൻ്റെ പേരിൽ കർത്താവിൻ്റെ പിറകെ കർത്താവിനോട് ചേർന്ന് ആ ശുശ്രൂഷിക്കാനൊക്കെ അവസരം ലഭിക്കുകയും കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ആ കർത്താവിനെ പിന്തുടരുകയും ചെയ്ത ആ വ്യക്തികളുടെയൊക്കെ വിശ്വാസവും ഭാവനയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഒരു വെള്ളക്കുമിള പോലെ ഒരു നിമിഷം പൊട്ടിത്തകർന്ന് വീണ് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ ഇത്രയും ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒരു കെട്ടുകഥ പോലെ തോന്നിയ ഒരനുഭവമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ ദുഃഖിക്കും. എന്തൊരു ദുഃഖമാണ് നമുക്കറിയാമല്ലോ. ഒരു ദൈവവചനത്തെയോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെയോ പറ്റി കേൾക്കുമ്പം അതിനെ മിസ്കോട്ട് ചെയ്തും അതിനെ വല്ലാത്ത നിലയിലൊക്കെ അവതരിപ്പിക്കുന്ന കേൾക്കുമ്പോൾ ആത്മാർത്ഥതയുള്ള ഏത് ദൈവവൈദ്യൻ്റെ ഹൃദയവും വേദനിക്കും എന്നുള്ളൊരു സത്യമാണ്. എൻ്റെ ഹൃദയം വേദനിക്കും. കഴിഞ്ഞ ദിവസം ഈ യൂണിവേഴ്സലിസം പറഞ്ഞ് ഒരു സഹോദരൻ വന്നപ്പം ആ സഹോദരൻ്റെ ചില ചോദ്യങ്ങൾക്ക് സംശയം പറഞ്ഞപ്പം അദ്ദേഹം പറയുന്നത് കേട്ട് ആ ജയ്ദി ബ്രദർ പറയുന്നത് കേട്ടിട്ട് കരയുന്ന പോലെ തോന്നുന്നു. സത്യമായിരിക്കും, ചിലപ്പം കരയുന്ന പോലെ തോന്നുമായിരിക്കും. കാരണം അത് ഇങ്ങനെയുള്ള നിസ്സാരമാണെന്ന് തോന്നുന്ന ഭാഗങ്ങൾ പോലും ഇങ്ങനെ മിസ്കോട്ട് ചെയ്ത് പോകുമ്പോൾ വേദനയുണ്ട്. അപ്പം ആ ശിഷ്യന്മാരുടെ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് കർത്താവ് മരിക്കുമെന്ന് അവരോട് പറഞ്ഞെങ്കിൽ ഈ അവസാന സമയമായപ്പോൾ അവർക്ക് ഏകദേശം അതൊക്കെ മനസ്സിലായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ തന്നെ ഇത്ര ഭീകരമായൊരു മരണവും ഇങ്ങനെ ആടുകൾ ചിതറിപ്പോവുകയും ശിഷ്യന്മാരൊക്കെ ചിതറിപ്പോകുന്ന ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകും എന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ ഏറ്റുപറഞ്ഞ് കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞ പത്രോസ്ലിയെ അടക്കം എല്ലാവരും പല നിലകളിലേക്ക് പിന്മാറിപ്പോവുകയും, നമുക്കറിയാം എമ്മവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ആ കർത്താവ് ചേർന്ന് നടന്നപ്പോൾ പറഞ്ഞത്, നീ ഒരുത്തൻ മാത്രം ഇവിടെ വന്ന് പാർക്കുന്ന, പരദേശിയായിട്ട് പാർക്കുന്ന ഒരുത്തൻ മാത്രം നീ ഇത് അറിയാതെ ഇരിക്കുന്നുവോ? ഈ നസ്രായനായ യേശുവിനെ ഇന്ന് ക്രൂശിച്ചിട്ട് അല്ലെങ്കിൽ അവനെ അടക്കിയിട്ട് 3 ദിവസമാകുന്നു, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ ഞങ്ങളെ ഇന്ന് രാവിലെ പോയി കല്ലറയ്ക്കൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. എന്തൊരു വാക്കുകളാണ് പറയുന്നത്. അവൻ സാക്ഷാൽ ഇസ്രയേലിൻ്റെ പ്രത്യാശയും വിടുതലുമൊക്കെ ആണ് എന്ന് ഞങ്ങൾ ഹോപ്പ് ചെയ്തു, ഞങ്ങൾ ആഗ്രഹിച്ചു. ആരോടാ പറയുന്നേ? ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് തന്നെ പറയുക, അവൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, എന്നാൽ അവൻ അങ്ങനൊന്നും അല്ലായിരുന്നു എന്ന് ഉള്ള നിലയിൽ കർത്താവിനോട് പറയുന്നത് കാണുമ്പോൾ എപ്രകാരം അവർ തകർന്നു പോയെന്നും എപ്രകാരം അവരായിത്തീർന്നെന്നും ഈ 3 ദിവസത്തിൻ്റെ ഇടവേള ഒരു ഘോര ഇരുട്ടിൻ്റെ ഒരു അനുഭവമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളവും. കാരണം അവരാഗ്രഹിച്ച് പ്രത്യാശിച്ച് അവർ നേരിട്ട് കണ്ട് അവർ വിലയിരുത്തി നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ കണ്ടു അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ വ്യക്തികളുടെ വിശ്വാസം, അവർ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു, അത് എല്ലാം ശരിയായി, എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിച്ച വിശ്വാസം, അതൊരു ദുർസ്വപ്നം പോലെ അവർക്ക് തോന്നത്തക്കവണ്ണം, അല്ലെങ്കിൽ അത് പണ്ടെങ്ങോ കണ്ടു മറന്നുപോയൊരു സ്വപ്നമാണെന്ന് അവർക്ക് തോന്നുന്നത് പോലെ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവൻ നമുക്കറിയാം മറ്റു അനേക വാക്യങ്ങളുണ്ട്. അവൻ തൻ്റെ മക്കളെ കാണുമെന്നുള്ള സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി. തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷം എന്തുവാ? എം.ഇ. ചെറിയാൻ സാറ് പാടുന്നത് പോലെ, അത് നമ്മളെയൊക്കെ എന്നെ നേടുന്ന സന്തോഷം ഓർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയയില്ല ഞാനെന്ന് പാടിയതുപോലെ, എന്നെ നേടുന്ന സന്തോഷമോർത്തതാ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ, എന്നെ നേടുന്ന സന്തോഷമോർത്തതാ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചും
മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. നമ്മുടെ കർത്താവിനും അത് തന്നെയായിരുന്നു. ആ നാഴിക വളരെ വേദനയുള്ളതാണെങ്കിലും ആ കുഞ്ഞിനെ കാണുന്ന സന്തോഷമോർത്ത്, തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് വായിക്കുക. ആ അനുഭവത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുകയാണ്, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല എന്നവിടെ പറഞ്ഞിരിക്കുക. എന്ന് മാത്രമല്ല, നിങ്ങൾ പിന്നെയും സന്തോഷിക്കും. പിന്നെ നിങ്ങളുടെ ഈ സന്തോഷം എടുത്തു കളയാൻ ലോകത്തിൽ ആർക്കും പറ്റുകയില്ല. അതാണ് ആ സന്തോഷം. നമ്മുടെ സമാധാനത്തിൻ്റെ കാര്യം അതുപോലെ നമ്മൾ നേരത്തെ ചിന്തിച്ചു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇവിടെ പറയുക, കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കാൽവരി ക്രൂശിൽ കർത്താവ് നിവർത്തിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് ഒരിക്കൽ മരിച്ചു, ഇനി മരിക്കയില്ല എന്ന് അവൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ ഇനി മരണത്തിന് അവൻ്റെ മേൽ കർത്തൃത്വമില്ല, മരണത്തിന് അവനെ പിടിച്ചു വെക്കാനായിട്ട് കഴിയത്തില്ല, ഇനി മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. അപ്പോൾ ആ നിലയിൽ ഉള്ള എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചത് കൊണ്ട്, എന്നേക്കുമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ സന്തോഷവും അവിടെ തന്നെയാണ് അത് കേന്ദ്രീകരിച്ചേക്കുന്നത്. അത് ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലല്ല അത് കേന്ദ്രീകരിച്ചേക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സന്തോഷം എടുത്തു കളയാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. നമ്മുടെ സന്തോഷം എടുത്തു കളയാനായിട്ട് ഈ ലോകത്തിൽ കിട്ടുന്നതോ കിട്ടാത്തതോ ലഭിച്ചതോ ലഭിക്കാത്തതോ ആയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മളിനി സന്തോഷിക്കാൻ പോകുന്നത്. നമ്മുടെ സന്തോഷം ആരും എടുത്തു കളയത്തില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അല്ലെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന നിമിത്തം നമ്മൾ ലഭിക്കുന്ന ഒരു പ്രിവിലേജിനെ കുറിച്ച് 2 or 3 പ്രാവശ്യം ഇതിനു മുന്നേ കർത്താവ് പറഞ്ഞു. പിന്നെയും ഇവിടെ പറയുകയാണ്, നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും, അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും എന്നും കൂടെ പറയും. അപ്പം ഇന്ന് വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ നിലയിലല്ല നമ്മൾ സകല വാഴ്ചയ്ക്കും അധികാരത്തിൻ്റെ മേലും ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ ജയോത്സവം കൊണ്ടാടി അധികാരമുള്ള കർത്താവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. കണ്ടാലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പുറപ്പെട്ട് എന്ന് പറഞ്ഞതുപോലെ സകല അധികാരവും ലഭിച്ചിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ നാമം പറഞ്ഞുകൊണ്ട് കയറി ചെന്നാൽ ചിലപ്പോൾ ചിലർ പറയും, ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ ഒരാളെ. അങ്ങനെ ഒരിക്കലും പറയാനിടയില്ലാതെ വണ്ണം സ്വർഗത്തിലും ഭൂമിയിലും എല്ലായിടത്തും അവൻ കർത്താവും രാജാതിരാജാവും കർത്താവുമാണെന്ന് വിളംബരം ചെയ്യപ്പെട്ട്, പിതാവായ ദൈവവും ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം രാജാതിരാജാവും കർത്താവുമായി സകലവും നിറയ്ക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിൽ കയറിയവനാണെന്ന് എഫേസ്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ, ഈ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിലാണ് ഇനി എൻ്റെ പ്രാർത്ഥന. അന്ന് വരെ പ്രാർത്ഥന അങ്ങനെ അല്ലായിരുന്നു. എന്നാൽ ഇന്ന് പ്രാർത്ഥന ഒന്നുകൂടെ ഒത്തന്റിക്കേറ്റ് ചെയ്യപ്പെട്ട്, ഒന്നുകൂടെ ഓഥറൈസ് ചെയ്യപ്പെട്ട് അധികാരമുള്ള ഒരു നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്, നമ്മൾ കാണുന്നത്. ഇനി നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിപ്പീൻ. നമുക്കറിയാം എന്തുവാ അപേക്ഷിക്കേണ്ടതെന്നൊക്കെ എഫേസ്യർ എന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് എന്നതിൻ്റെ 3-ാം അധ്യായം അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരമുള്ള ഉയർത്തെഴുന്നേറ്റ ഈ 3 ദിവസം നിങ്ങൾ സങ്കടപ്പെടുമെങ്കിലും ഈ സങ്കടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്
നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് സന്തോഷപ്രദമായി ആ അധികാരമുള്ള നാമത്തിൽ ദൈവസന്നിധിയിൽ എന്തും പ്രാപിക്കാൻ തക്കവണ്ണമുള്ള അധികാരത്തിലേക്ക്, ദൈവഹിത പ്രകാരം എന്തും പ്രാപിക്കാൻ തക്കവണ്ണമുള്ള അധികാരത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. ആൻഡ് യുവർ പ്രേയേഴ്സ് വിൽ ബി ആൻസ്വേർഡ്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് ലഭിക്കും എന്ന് മാത്രമല്ല, ഇനിയും അതിന് വേറെ ഏതെങ്കിലും മധ്യവർത്തിയുടെ ആവശ്യവും ഇല്ല. അതവിടെ പറയുന്നത്. എൻ്റെ പിതാവ് നിങ്ങളെ അറിയുന്നു എന്ന് അവിടെ പറയുക. അതുകൊണ്ട് ഇനി ഞാനത് പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്നല്ല ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഓൾറെഡി തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായി തീരേണ്ടതിന്, നമ്മളോടുകൂടെ ഒന്നായി തീരേണ്ടതിന്. യൂദാ ചോദിച്ചു, നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? അത് കാരണം നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണിക്കുകയും ഞാനും എൻ്റെ പിതാവും കൂടെ അങ്ങനെയുള്ളവനോട് കൂടെ വാസം ചെയ്യുകയും ചെയ്യും, അവനോട് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യും. അപ്പോൾ പിതാവ് അല്ലെങ്കിൽ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തോട് നഷ്ടപ്പെട്ട ബന്ധം നമുക്ക് തൻ്റെ മരണത്തിലൂടെ പുനഃസ്ഥാപിച്ചു തരാൻ, അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാനുള്ള ഒരു നിലവാരത്തിലേക്കാണ് കൊണ്ടുവന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് എൻ്റെ നാമത്തിൽ എന്ത് വേണമെങ്കിലും ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇനി മധ്യസ്ഥന്റെ ആവശ്യമില്ല, മധ്യവർത്തികളുടെ ആവശ്യമില്ല, പ്രാർത്ഥന പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് പിതാവിനോട് എൻ്റെ നാമത്തിൽ കാര്യങ്ങൾ പറയാൻ കഴിയും. കാരണം എനിക്കുള്ള അതേ അധികാരം എൻ്റെ നാമത്തിൽ നിങ്ങൾ വരുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കുമുണ്ട്. യേശുവിൻ്റെ നാമത്തിലാണ് വരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പിന്നെയും പറയുക, ആർക്കാണ് നമ്മുടെ മധ്യസ്ഥനാകാനായിട്ട് കഴിയുന്നത്? ആർക്കാണ് എൻ്റെ ബലഹീനതയും എൻ്റെ കുറവുകളും സഹിക്കാനും വഹിക്കാനും കഴിയുന്നത്? അത് ഞാൻ പേര് പോലും കേട്ടിട്ടില്ലാത്ത ചില ആൾക്കാർക്കാണോ, മനുഷ്യരായിട്ട് ജീവിച്ച് വ്യക്തികൾക്കാണോ, എന്നെ സ്നേഹിച്ച് അവസാനത്തുള്ള രക്തം വരെയും കൊടുത്ത എൻ്റെ കർത്താവിനാണോ എൻ്റെ ബലഹീനത വഹിക്കാൻ കഴിയുന്നത്? എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് ജീവിച്ചിരിക്കുമ്പം എന്നെ അത്രയും സ്നേഹിക്കുകയും എന്നെ അത്രമാത്രം അറിയുകയും ചെയ്യാത്ത വേറൊരു വ്യക്തിയോട് എൻ്റെ ആവശ്യം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ പോയി പറയുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ കർത്താവിനെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? എൻ്റെ കർത്താവിനെ തരം താഴ്ത്തുകയല്ലേ ചെയ്യുന്നത്? എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവ് എനിക്കുള്ളപ്പോൾ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എനിക്കുള്ളപ്പോൾ എന്നെ അതുപോലെ സ്നേഹിക്കാതെയും എന്നെ ഉൾക്കൊള്ളാനും കഴിയാത്ത ഒരു വ്യക്തിയോട് എൻ്റെ പ്രാർത്ഥനകൾ പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നത് ദൈവദൂഷണമല്ലേ? ദൈവത്തിനത് സഹിക്കാൻ കഴിയുമോ? മോനെ, ഡയറക്റ്റ് വന്ന് നീ എന്നോട് പറയ്, ഇന്നു മുതൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ലഭിക്കും, ഉയർത്തെഴുന്നേറ്റ് എല്ലാ അധികാരമുള്ളവനാണ് ഞാൻ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വന്നാൽ മതി, നിശ്ചയമായിട്ടും നിങ്ങൾക്ക് എനിക്ക് ലഭിക്കുന്നതായിട്ടുള്ള, കർത്താവായ യേശുക്രിസ്തുവിൽ ലഭിക്കുന്നതായിട്ടുള്ള അതേ അംഗീകാരവും സ്നേഹവും ദൈവസന്നിധിയിൽ ലഭിക്കും എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഉറപ്പിച്ച് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനേക്കാളും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയി നിങ്ങളുടെ ആവശ്യങ്ങൾ പറയൂ. എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുകയും എന്നെ അറിയുകയും ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു വ്യക്തി ലോകത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു പുരോഹിതനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ഭാവിക്കാനും ആയിട്ട് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നാ പറയുന്നത്. പേടിച്ച് ചെല്ലാനല്ല പറഞ്ഞേക്കുന്നത്. പേടിച്ച് വേറെ ഒരു ബ്രോക്കറേയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനല്ല പറഞ്ഞേക്കുന്നത്. ഡയറക്റ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ബോൾഡായിട്ട് കൃപാസനത്തെ സമീപിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശു ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന പോലെ അതേ പുത്രത്വത്തിന്റെ അവകാശത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ മക്കൾ എന്ന പോലെ കാര്യങ്ങൾ നേടാനും അവതരിപ്പിക്കാനും പറയാനുമാണ് നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇത്ര വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കെ ഇങ്ങനെ മൂക്കെ വളഞ്ഞു പിടിക്കുന്നത് പോലുള്ള തത്വശാസ്ത്രങ്ങളും ഡോക്ട്രിൻസും ഒക്കെ ഉണ്ടാക്കാൻ എങ്ങനെ കഴിയും? ഞാൻ ആരെയും പ്രത്യേകിച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയല്ല, ഇത് ഡയറക്റ്റായിട്ട് പറഞ്ഞേക്കുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നതുകൊണ്ട് ഞാനത് പ്രസ്താവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നോക്കിയാട്ടെ, എന്നിട്ടാണ് പറഞ്ഞേക്കുന്നത്, നീ ദൈവത്തിൻ്റെ അടുക്കൽ, ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി
നീ ഡയറക്റ്റായി ഇപ്പം സംസാരിക്കുന്നതൊക്കെ നീ മറവിരളായിട്ടൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ ഈ സാദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുക, നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചെതറിപ്പോകുകയും, തൊട്ട് മുന്നേ കർത്താവ് പറയുക, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ സംഭവിക്കാൻ പറയുക, നിങ്ങൾ എന്തോ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയില്ല എന്നുള്ള പോലെ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ സാത്താൻ പതിര് പോലെ പാറ്റാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് എന്ന് മാത്രമല്ല, പത്രോസ്ലിയായോട് നീ എന്നെ തള്ളിപ്പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അന്നേരം നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നല്ലോ. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കർത്താവിന് ഈ ലോകത്ത് ആരാ ഉള്ളേ? കർത്താവിന് ഈ എളിയവരും ദരിദ്രരും ആ പരിഗണനയില്ലാത്തവരും സമൂഹത്തിലെ വലിയ വ്യക്തിത്വങ്ങളൊന്നും അല്ലാത്ത ഈ സാധാരണക്കാരായിട്ടുള്ള ഈ 12 ശിഷ്യന്മാരല്ലാതെ, അല്ലെങ്കിൽ തന്നോട് ചേർന്ന് യാത്ര ചെയ്യുന്ന കുറച്ച് ആൾക്കാരല്ലാതെ വേറെ ആരാ കർത്താവിനെ സ്നേഹിക്കാനും അവന് സൈഡ് പറയാനും ഉള്ളത്? എന്നാൽ തന്നെ ഈ അധികാരികൾ പിടിച്ച് കർത്താവിനെ ക്രൂശിക്കുകയും കർത്താവിനെ തല്ലുകയും അല്ലെങ്കിൽ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പം അവർ ഒരു റെക്കമെൻഡ് ചെയ്യാൻ പോലുമുള്ള ആൾക്കാർ, അയ്യോ ഇത്രയും ചെയ്യാതെ എന്ന് പറയാൻ പോലുമുള്ള ഒരു വ്യക്തി അവിടെ ഇല്ല. അവരൊക്കെ ചിതറിപ്പോയി എന്ന് കാണുക. ഒരു മനുഷ്യനായിരുന്നെങ്കിൽ കർത്താവിന് എന്ത് ബാഡായിട്ട് ഫീൽ ചെയ്തേനെ. കണ്ടില്ലേ, 3.5 വർഷം എൻ്റെ കൂടെ നടന്നവർ, എൻ്റെ അപ്പം തിന്നവർ, ഇവരൊന്നും എൻ്റെ കൂടെ ഇല്ല. എന്നാൽ ഇതെനിക്ക് ഓൾറെഡി അറിയാം മക്കളെ. അതുകൊണ്ട് ഞാനത് നിങ്ങളങ്ങനെ ചെയ്താലും ഞാൻ ചെയ്തില്ലെങ്കിലും ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. ക്രൂശിൽ മരിക്കുമ്പോഴും ഈ ഗെത്സമനയുടെ അനുഭവങ്ങളിലും ആ കഷ്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഏകനല്ല. എൻ്റെ പിതാവിൻ്റെ ശക്തമായ കൂട്ടായ്മ ഞാൻ അവിടെ അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. എന്നിട്ട് അവരോട് പറയുക, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞാനിത് പറയുക. ഓൾറെഡി ദൈവദാസൻ അത് വളരെ നന്നായിട്ടത് എക്സ്പോസ് ചെയ്തു. യെശയ്യാ പ്രവചനത്തിലുമൊക്കെ വാക്യങ്ങൾ അദ്ദേഹം എടുത്തത് വളരെ നന്നായിട്ടത് എക്സ്പോസ് ചെയ്ത് നമ്മൾ കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതുപോലുള്ള ചില ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, ഇടനാഴികൾ, അതുപോലെ ചില പ്രയാസകരമായ അനുഭവങ്ങൾ ഇനിയും തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ അന്ത്യമല്ല. ആ പ്രശ്നത്തോടുകൂടെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം അവസാനിക്കുമല്ല. ചില കൺഫ്യൂഷൻസോ ചില കാര്യങ്ങളോ ജീവിതത്തിൽ വരുന്നെന്ന് വെച്ചിട്ട് അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഒന്നുമല്ല. അതോടുകൂടെ കാര്യം തീരുകയല്ല. ഏത് ക്രൈസിസിലൂടെ കടന്നു പോയാലും നിനക്ക് എൻ്റെ നാമത്തിൽ ഒരു ജയം അതിൽ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഏത് മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയാലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഞാനതിൽ കൽപ്പിച്ചിട്ടുണ്ട്. ഏത് ഹൃദയം തകർക്കുന്ന ഹൃദയഭേദകമായ അനുഭവത്തിലൂടെ കടന്നാലും അതിലൊരു ജയം ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. നീ അതിലൂടെ കടന്നു പോവുകയും ചെയ്യും, നീ അതിനെ ജയിക്കുകയും ചെയ്യും. കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ബഹുമാനത്തെ ഈ സകല ലോകവും തരാം, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞതിന് ഈ ലോകത്തെ എല്ലാ വിധത്തിലുള്ള അതിൻ്റെ പ്രലോഭനങ്ങളെയും അതിൻ്റെ എതിർപ്പുകളെയും, ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു, സ്വന്തമായതല്ല എന്നുള്ള നിലയ്ക്ക് ലോകം തള്ളിക്കളഞ്ഞ എല്ലാ അനുഭവങ്ങളെയും ഞാൻ ജയിച്ചിരിക്കുന്നു. ഞാൻ ജയിച്ചതുപോലെ തന്നെ നിങ്ങളും ജയിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീ. നമുക്ക് എതിർപ്പുകളുണ്ട്, പഴിയുണ്ട്, നിന്ദയുണ്ട്, ദുഷിയുണ്ട്, എല്ലാമുണ്ട്. എന്നേശുവൻ സംഗീതമൻ ബലമാകുന്നു എന്നുള്ള അതിലൊരു വരി എങ്ങനെയുണ്ട്? എൻ വഴിയിൽ പ്രയാസം, ഞെരുക്കം, സങ്കടം, വരുമ്പോൾ നല്ല ആശ്വാസം, എന്നേശുവിൻ മാർവിടം. എത്രയോ ഗാനങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ മാർവിടത്തിൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലുള്ള കർത്താവിൻ്റെ വചന നിമിത്തവും അവൻ്റെ ക്രൂശ് നിമിത്തവും നാം ഇതുപോലുള്ള കഷ്ടങ്ങളിൽ നാം ആകുമ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഭൂലോകത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ മാറിൽ നമുക്ക് ആശ്വസിക്കാം. അതിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.